ഈ കല്ലിൽ പല ഭാഗത്തും സ്വർണത്തിൻ്റെ തരികളും സ്വർണത്തിൻ്റെ ഭാഗങ്ങൾ തങ്കമാണ്, ഒറിജിനൽ തങ്കം. സാധാരണ ചെമ്പ് ചേർത്ത ആഭരണത്തിൻ്റെ സ്വർണ്ണമല്ല, ഒറിജിനൽ സ്വർണം ചെമ്പ് ചേരാത്തതാണ്. ഇത് ഒരു പവന് 8 ഗ്രാമിന് ഏകദേശം 1,20,000 റുപ്യ വില വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നിലമ്പൂർ ഏരിയയിൽ വിവിധ ഭാഗങ്ങളിൽ സ്വർണ്ണമുണ്ടെന്ന് ഞാൻ പറയാനുള്ള കാരണം. ഇതേപോലെ കിണർ കുഴിക്കുമ്പോഴോ മണ്ണിൽ നിന്നോ തോടിൽ നിന്നോ പുഴയിൽ നിന്നോ മലയിൽ നിന്നോ ഒക്കെ ഇതുപോലെ ഇതേതോ കാലത്ത് പാറ പൊട്ടിച്ച സമയത്ത് വെള്ളാരങ്കല്ലിൽ വെടിവെച്ച് പൊട്ടിച്ച സമയത്ത് അതിൽ നിന്ന് തെറിച്ചിരിക്കുന്ന ചീളായിരിക്കാനാണ് സാധ്യത. അതല്ലെങ്കിൽ ആമ്പർ വെച്ച് പൊട്ടിച്ച സമയത്ത് അതിൽ നിന്ന് തെറിച്ചിരിക്കുന്ന ചീളായിട്ടാണ് മനസ്സിലാകുന്നത്. അതിൽ സ്വർണം അടങ്ങിയിരിക്കുന്നു. സ്വർണ്ണക്കല്ല് പൊട്ടിച്ച സമയത്ത്, സ്വർണം അടങ്ങിയിരിക്കുന്ന പാറ പൊട്ടിച്ച സമയത്തെങ്ങാണ്ട്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ലൈക്ക്, കമൻറ്റ്, ഷെയർ. ഉസ്മാനിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഏവർക്കും നമസ്കാരം. ഉസ്മാനിയ, നമുക്കൊരു സ്വർണം അടങ്ങിയിരിക്കുന്ന ഒരു കല്ല് ലഭിച്ചിരിക്കുന്നു. സ്വർണ്ണത്തരികൾ അടങ്ങിയിരിക്കുന്ന ഒരു കല്ല് ലഭിച്ചിരിക്കുന്നു. അതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വർണ്ണത്തരികൾ അടങ്ങിയിരിക്കുന്ന കല്ല്. ഞാൻ പറഞ്ഞല്ലോ, നിലമ്പൂർ ഏരിയയിൽ വിവിധ ഭാഗങ്ങളിൽ കല്ലിലും മണ്ണിലും വിവിധ ഐറ്റംസ് മണ്ണുകളിൽ സ്വർണ്ണമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചിലയിടത്ത് ഭൂമിക്ക് മുകൾ ഭാഗത്തുള്ള മണ്ണിലായിരിക്കും, ചിലയിടത്ത് ഭൂമിക്കടിയിലുള്ള മണ്ണിലായിരിക്കാം. വിവിധ ഭാഗങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ സ്വർണം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നിലമ്പൂർ ഏരിയയിൽ നമുക്കറിയാവുന്ന അധികം ആൾക്കും അറിയാവുന്ന 10% പ്രദേശങ്ങളാണ് സ്വർണ്ണമുള്ളതായിട്ട് അറിയപ്പെടുന്ന. പോത്തല് പഞ്ചായത്ത്, ചുങ്കത്തറ പഞ്ചായത്ത്, എടക്കര പഞ്ചായത്ത്, അതുപോലെ തന്നെ തമ്പ്രാട്ടിക്കല്ല്, ഇങ്ങനെ വിവിധ അതിൽ ചില 10% ഏരിയയിൽ സ്വർണ്ണമുള്ളൂ എന്ന് പറയപ്പെടുന്നു. പക്ഷേ ചിലയിടത്ത് അടിമണ്ണിലാണ് സ്വർണം. അധിക ഭാഗത്തും 60% പ്രദേശത്തും സ്വർണ്ണമുണ്ട്. മലപ്പുറം ജില്ലയുടെ നിലമ്പൂർ ഏരിയയിൽ അതിൽ 10% പ്രദേശത്ത് ഇത് പരസ്യമായിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ. പലയിടത്തും അടിമണ്ണിലാണ് സ്വർണം. ഇതുപോലുള്ള വിവിധ ഭാഗങ്ങളിൽ കിണർ കുഴിക്കുമ്പോഴോ കുഴി കുഴിക്കുമ്പോഴോ അതല്ലെങ്കിൽ മലയിൽ നിന്നോ പുഴയിൽ നിന്നോ തോടിൽ നിന്നോ ഒഴുകിപ്പോയ മണ്ണ് ഇളകിപ്പോയ ഭാഗത്തു നിന്നോ പല രൂപത്തിലായിട്ടൊക്കെയാണ് കിട്ടുന്നത് കേട്ടോ. ഇന്ന് സ്വർണത്തിൻ്റെ വില എന്താണ്? ഒരു പവന് 8 ഗ്രാം എന്നറിയപ്പെടുന്ന ഒരു പവൻ്റെ വില 1,20,000. ഇതിനു മുൻപേ 1,20,000 മുകളിൽ വിലയുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പല സമയത്തും സ്വർണത്തിന് വിലയിൽ മാറ്റമുണ്ടാവും. ഇന്ന് 8 ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം സുമാർ സ്വർണം നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും. ഇത് തങ്കമാണ്, സാധാരണ സ്വർണ്ണമല്ല, തങ്കമാണ്. ഈ സാധാരണ ചെമ്പ് ചേരാത്ത സ്വർണം, ഇതിന് കൂടുതൽ വിലയുണ്ടാവും. ഇത് ഏകദേശം ഇത്ര വലിപ്പം ഉണ്ടെങ്കിൽ 8 ഗ്രാം ഉണ്ടായിരിക്കും. ഈ വലിപ്പം ഉണ്ടെങ്കിൽ തന്നെ 8 ഗ്രാം 8 ഗ്രാമല്ല 10 ഗ്രാം ഉണ്ടായിരിക്കും. ഇതിൽ 8 ഗ്രാമിൻ്റെ റേറ്റാണ്. ഇതിലും ഇത്ര ഏകദേശം 8 ഗ്രാമിന് ഏകദേശം ഇത്ര വലിപ്പം മതി. ഇത്ര വലിപ്പം ഉണ്ടെങ്കിൽ 8 ഗ്രാം ഉണ്ടാവും. അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ 8 ഗ്രാമിന് കിട്ടാവുന്ന റേറ്റ് 1,20,000 അത്തരത്തിലാണ് പോകുന്നത് കേട്ടോ. നീ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വെള്ളാരം കല്ലിൽ ഞാൻ പറഞ്ഞല്ലോ, പണ്ട് കാലത്ത് പാറ പൊട്ടിച്ച സമയത്തിട്ട് തെറിച്ചു പോയ ചീളായിരിക്കും. ആ ചീളിലുള്ള സ്വർണ്ണ തരികളാണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ ഉൾഭാഗത്ത് സ്വർണ്ണമുണ്ടെന്ന് തോന്നിക്കും. താൽക്കാലികം നിർത്തും.